നമ്മളെവിടെ ഉള്ളത് ഇന്നത്തെ ഒരു ഡിന്നറിന് വേണ്ടിയിട്ട് നമ്മളൊരു യാച്ചിലാണിത്. അതെ, ദുബായ് മറീനയിലുള്ള യാറ്റിലുള്ളത്. ഒരു യാറ്റിൽ നമ്മൾ ഡിന്നർ ക്രൂസിന് വേണ്ടി വന്നാണ്. കഴിച്ച് തകർക്കും. അടിപൊളി. കടലിന് നടുക്ക്. അതെ, രാത്രി ആഘോഷിക്കാൻ വേണ്ടി വന്ന ഒരു ഡെലിവറി ഇപ്പോൾ വന്നിട്ട് സാധനം കൊണ്ടുവന്നു നൈമയിൽ നിന്ന്. രാവിലെ തന്നെ എനിക്ക് മെസ്സേജ് വന്നിരുന്നു, എക്സ്പീരിയൻസ് ലൈഫ് ELLCFZ എന്നാണ് വരുന്നത്. ഒന്നുകിൽ എന്തോ ഉടായ്പാണ്, അല്ലെങ്കിൽ ആരുടെ പണിയാണ്. ഏകദേശം നമുക്കൊരു ഐഡിയ ഉണ്ട്. 100days.ae. ഓഹോ, വൗച്ചർ അങ്ങനത്തെ എന്താ പരിപാടിയാണ്. എന്താ സംഭവം എന്ന് അറിഞ്ഞൂടാ. അവരെ സൈറ്റിൽ കയറി കുറെ ഗിഫ്റ്റിന് സംഭവം കണ്ടത്. ആദ്യം ഉടായ്പാണെന്നാ വിചാരിച്ചത്. ഹാപ്പി ആനിവേഴ്സറി പ്രസാദ് ചേട്ടാ ആൻഡ് അമൃത ചേച്ചി. ഓഹോ, ആരുടെ പണിയാണെന്ന് നമുക്ക് നല്ലോണം അറിയാം. എൻജോയ് 90 minutes ഡിന്നർ ക്രൂസ് ഫോർ 2 ദുബായ് മറീന ലൈവ് മ്യൂസിക്. അതാണ് ഗിഫ്റ്റ്. ദുബായ് മറീനയുടെ വ്യൂവില് ഒരു ഡിന്നർ. പറയുന്നത് നമ്മൾ ആരെയല്ല, ഇവളുടെ കസിൻ അശ്വതി ഉണ്ടല്ലോ, അശ്വതി വിവേകിനെയാണ് പറയുന്നത് കേട്ടോ. ഹലോ ഹലോ, എന്താ പരിപാടി? ഞങ്ങള് ഇന്ന് ലുലുവില്. നമുക്ക് ദുബായ് മറീന ഒരു ഡിന്നർ ക്രൂസിന് പോയാലോ? എന്തിനാ ചേട്ടാ? അയ്യോ, ഒന്നും അറിയില്ല. നമ്മളെന്തെങ്കിലും ഡിന്നർ ക്രൂസിനെ കുറിച്ച് അറിഞ്ഞായിരുന്നു? അതെ അതെ അതെ, ഒട്ടും അറിയില്ല. അയ്യോ അയ്യോ, എന്തൊരു നിഷ്കളങ്കത. ഇപ്പൊ കൈപ്പറ്റി. ഓഹോ, താങ്ക് യു. അവരുടെ ആനിവേഴ്സറി ഗിഫ്റ്റ് റെഡീം ചെയ്തിട്ട് നമ്മൾ മറീനിലോട്ട് പോവാണ്. ബോട്ട് കയറാൻ വേണ്ടി, ബോട്ടല്ല യാറ്റ് കയറാൻ വേണ്ടിയിട്ട്. വണ്ടി നോളജില്ലയിൽ വെച്ചിട്ട് നമ്മൾ ട്രാവലാണ് പോകുന്നത്. ഇവിടുന്ന് നമ്മൾ മറീന മോളിൻ്റെ അടുത്ത് എത്തണം. അവിടെ നിന്നാണ് നമ്മുടെ യാറ്റ് കയറേണ്ടത്. എക്സ്ക്ലൂസീവ് യാറ്റിൻ്റെ പിക്കപ്പ് പോയിന്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ലൊക്കേഷനൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. ഇവരുടെ ഓഫീസാണ്. ഇതിൻ്റെ ഉള്ള ചെക്ക് ഇൻ പോയിന്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ബോർഡിംഗ് പ്രൊസീജിയർ വരുന്നത്. ചെക്ക് ഇൻ ചെയ്യുക, പിന്നെ കളക്ട് ചെയ്യുക, നമ്മൾ ബോർഡിംഗ് പാസ് കളക്ട് ചെയ്യുക, പിന്നെ രജിസ്റ്റർ ചെയ്യുക, പിന്നെ അവിടെ വെയിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മൾ ബോർഡിങ്, നമ്മൾ പാസ്സൊക്കെ വാങ്ങിക്കുന്ന സ്ഥലം. അവിടെ നിന്ന് പാസ്സൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് അവിടെ ഓപ്പോസിറ്റിൽ അവിടെ ഇരുന്നിട്ട് വെയിറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് കുറേ സോവനീസും ഒക്കെ ഉണ്ട്. കോഫിയൊക്കെ കുടിക്കാൻ പറ്റും. കുറേ സോവനീസൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടുന്ന് വാങ്ങാൻ പറ്റും. ഫോട്ടോ സോവനീസൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഹൈലൈറ്റ് വീഡിയോ ഉണ്ട് 105. വീഡിയോ കിട്ടും അല്ലേ? വീഡിയോ ആയി കൊടുക്കും. ബോർഡിംഗ് പാസ് എടുത്തിട്ട് വെയിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഇരുന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ നേരെ കാണുന്നില്ലേ, ആ കാണുന്നതാണ് പാം ജുമേര. ആ പാം ജുമേരൻ്റെ ചുറ്റുമാണ് ഈ സംഭവങ്ങൾ മുഴുവൻ ഉള്ളത്. അപ്പോൾ അവരുടെ റൂട്ട് മാപ്പ് കംപ്ലീറ്റ് ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് മുതൽ എങ്ങനെയൊക്കെ ഏതൊക്കെ കണ്ടിട്ട് പോകുന്നുള്ളത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എത്ര മണിക്കൂറിൻ്റെ ടൂറാണ്, എന്തൊക്കെ ടൈപ്പ് ടൂറുണ്ട് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ആ കാണുന്നില്ല, അങ്ങനെ ഫുള്ള് കറങ്ങി വരുന്നത്. അത് യെല്ലോ എന്നാണ് പറയുന്നത്. ഫുള്ളായിട്ട് കറങ്ങി ഏകദേശം 3 മണിക്കൂറിൻ്റെ സമയം ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഈ മറീനയിൽ നിന്ന് തുടങ്ങിയിട്ട് ഫുള്ള് ഈ അറ്റ്ലാന്റിസ് ഒക്കെ കറങ്ങി പാംജുമേരനെ ചുറ്റും കറങ്ങിയിട്ട് ബുർജുൽ അറബൊക്കെ കണ്ട് തിരിച്ചെത്തും. അങ്ങനെയാണ്. ആ പാംജുമേര കറങ്ങുന്ന സമയത്ത് അവിടുത്തെ മേജർ അട്രാക്ഷൻസ് ഒക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റും. അവിടെ എയിൻ ദുബായ്, എയിൻ വീല് എല്ലാ സംഭവങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബുർജുൽ അറബ് വരെ പോകുന്ന സംഭവങ്ങളുണ്ട്. ഫുള്ള് കറങ്ങി എല്ലാം കണ്ടുകൊണ്ട് കറങ്ങി വരാം. നമ്മളിത് ഇവിടെ ചെക്ക് ഇൻ ചെയ്ത് X50 എന്ന് പറഞ്ഞ ഇതാണ് ഇവിടെ. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ബോർഡിംഗ് പാസ് ആണ് X15, എക്സ്ക്ലൂസീവ് ആയിട്ട് X15. ഓൾറെഡി ടൈമായി. സമയം എത്ര മണി? 8:03, 8:30 നമ്മളെ യാറ്റുള്ളത്. സമയമായിട്ടുണ്ട്. എന്തായാലും നമുക്ക് ബോർഡ് ചെയ്യാം അല്ലേ. എക്സ്ക്ലൂസീവ് യാറ്റ് ബോട്ട് ക്ലബിലാണുള്ളത്. നമുക്ക് അത് തന്നെയാണ് സാധനം. ആ കാണുന്ന തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ. അത് വെച്ചൊരു ഫോട്ടോ പോലും എടുത്തില്ല. ഈ കാണുന്ന വലിയ യാറ്റ് തന്നെ തോന്നുന്നുട്ടോ. ഈ കിടക്കുന്നൊക്കെ യാറ്റുകളാണ്. ഇത് ദുബായ് മറീനയാണ്. അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇതും കംപ്ലീറ്റ് എക്സ്ക്ലൂസീവ് യാറ്റിൻ്റെ പരിപാടിയാണല്ലോ. exclusiveyachts.com എന്നൊന്നും ബുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ എക്സ്ക്ലൂസീവ് യാറ്റിലേക്ക് കയറാൻ പോവുകയാണ്. ഇവിടെ കുറേ എക്സ്പീരിയൻസ് ഉണ്ട്. സൂപ്പർ യാറ്റ് എക്സ്പീരിയൻസ്, ചാർട്ടർ, മറീന ക്രൂസ്, യാറ്റ് ടൂർ, സ്പീഡ് ബോട്ട് ടൂർ, ബോട്ട് റെൻ്റൽ, എല്ലാത്തിനും ഇവിടെ പ്രൈസും ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 99 തരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പരിപാടി ഉണ്ട് അല്ലേ? ഹലോ, ദിസ് ഇസ് ദ വൺ. ഇതല്ല, ഇതൊക്കെ എക്സ്ക്ലൂസീവ് ആയിട്ടാണ് കേട്ടോ. എത്ര എണ്ണ സാധനം നോക്കിയേ. എക്സ്ക്ലൂസീവ് ആയിട്ട് വലിയ പരിപാടിയുണ്ടോ ഇവര്? ഈ ഏരിയ മൊത്തം ഇവരാണല്ലേ? ആ, ഈ ഏരിയ, ഈ മറീന അങ്ങനെ തന്നെ അവർ ഏറ്റെടുത്തുള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ യാറ്റ് കയറാൻ പോകണം. നമ്മളെ ഡിന്നർ ക്രൂസ് അല്ലേ, 1.5 മണിക്കൂറിൻ്റെ ഡിന്നർ ക്രൂസിന് വേണ്ടി കയറാൻ പോകണം. വലിയ യാറ്റിലാണല്ലേ, ചെറുതിലല്ല വലുതിലാണ്. എക്സ്ക്ലൂസീവ് യാറ്റിൽ എത്രയാണല്ലേ സംഭവം കിടക്കുന്നത്. അടിപൊളിയിട്ടാണ്. എന്താണ് സംഭവം ഇതൊക്കെ? പല പല സൈസിലും പല സൈസിലുള്ള സംഭവമാണ്. ഒന്നിപ്പോൾ ഇവിടുന്ന് പോയി ഒരു സാധനം ഉണ്ടായത്, കുറേ ആൾക്കാരെയും കൊണ്ട് പോയി. ഇനി അടുത്തത് ഇവിടെ ചെറുത് വേറൊന്നുണ്ട്. അവിടെ വേറൊന്നുണ്ട് എക്സ്ക്ലൂസീവ് 2. അതിൻ്റെ ഉള്ളിലൊക്കെ കാണാൻ പറ്റും. ഇത് കണ്ടില്ലേ, ചെറിയ യാറ്റാണ്. നമ്മൾ കയറാൻ പോകുന്ന ഈ സാധനത്തിലാണ്. ഇത് നമുക്കൊന്ന് എല്ലാം കറങ്ങി തിരിഞ്ഞ് വന്നിട്ട് ഇരിക്കാം. ഇത് ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമാണ് തോന്നുന്നു ഇവിടെ.
മുകളിൽ ഫുഡ് കഴിക്കാനുണ്ട്. Prasad, hi, good evening, sir. ഹലോ. Table number 6, upset. Table number 6, you need to watch your step with the gap here. Okay. Yeah, table number 6. Thank you. No, it's okay. Thank ഓക്കെ you. താങ്ക് യു. ഓക്കെ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഗ്യാപ്പൊക്കെ നോക്കി കയറണം എന്ന് പറഞ്ഞാൽ കയറി കളയാം. Table number 6. Yeah. Okay, thank you. കയറി കഴിഞ്ഞാൽ ഇവിടെ തന്നെ താഴെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. ഇവിടെ താഴെ ഇങ്ങനെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. നമ്മുടെ മുകളിൽ ഇരിക്കണം. നമ്മൾ ടേബിൾ നമ്പർ 6 ആണ്. എന്തായാലും മുകളിലോട്ട് കയറട്ടെ. മുകളിലോട്ട് കയറിയിട്ട് മുകളിലാണ് നമ്മളെ സീറ്റ് വരുന്നത്. 6 നമ്പറാണെന്നാണ് പറഞ്ഞത്. നോക്കട്ടെ. ഹലോ, ഹായ്. ആപ്പിളും ഓറഞ്ചും ഉള്ളത് വെൽക്കം ഡ്രിങ്ക് ആയിട്ട്. അപ്പം Thank you. ഇതിലെവിടെയാണ് നമ്മുടെ സീറ്റ് വരുന്നത്? 6 നമ്പർ ഏതാണെന്ന് നോക്കിയിട്ട് വന്നാലോ? ഇവിടെയൊക്കെ ഫുഡ് നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഫുഡ് ഉള്ളത്. സാലഡും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. താങ്ക് യു. വിളിച്ചില്ലേ? ഇതാണ് നമ്മുടെ അടിപൊളി വ്യൂ അല്ലേ? വ്യൂ ഉള്ള സ്ഥലമാണ്. ആക്ച്വലി മുകളിലിരിക്കാൻ തണുപ്പ് കാലത്ത് വരണം അല്ലേ? ചൂടിന് താഴെയാണ് നല്ലത്. പക്ഷേ വ്യൂ കിട്ടണമെങ്കിൽ ഇവിടെ തന്നെ ഇരിക്കണം. ഇതൊക്കെ എക്സ്ക്ലൂസീവ് ഹാക്സ്. നോക്കി സ്പീഡ് ബോട്ടാണോ മറ്റേ അല്ലേ? അവിടെ മറ്റേ വേറൊന്നുണ്ട്, ചെറിയ ബോട്ട് കിടക്കുന്നുണ്ട്. മറ്റേ കുറെ പരിപാടിയില്ലേ ഇവർക്ക്? 1 അവറിന്റെ ക്രൂയിസും അങ്ങനെ കുറെ സംഭവങ്ങളില്ലേ? അതെ അതെ അതെ. ഇങ്ങനെയാണ് സംഭവം വരുന്നത്. ഇവിടെ ഇതിനാണ് ക്യാപ്റ്റൻ ഓടിക്കുന്നത്. ഇങ്ങനെയാണ് ക്യാപ്റ്റൻ്റെ ക്യാബിൻ വരുന്നത്. ഇവിടെ ഇതിൻ്റെ ഓടിക്കുക. താഴെ ഓടിക്കാനുള്ള സ്ഥലം ഉണ്ടാവും. അതാ മറീനേൻ്റെ വ്യൂ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. ഇത് കാണില്ലേ? അതിൽ നോക്കിയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ പൊസിഷൻ കാര്യങ്ങളൊക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ട്. കൊള്ളാം. ഇനി ഏകദേശം ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ ഇതാ ബോട്ട് പുറത്തോട്ട് എടുക്കും. ഇതൊന്ന് കറങ്ങിയിട്ട് ഫുള്ളും കറങ്ങിയിട്ട് വരും. അതാണ് അതിൻ്റെ മൊത്തത്തിൽ വരാൻ പോകുന്നത്. എക്സ്ക്ലൂസീവ് ആയിട്ടിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ് അല്ലേ? ഇതാണ് നമ്മുടെ ടേബിൾ വരുന്നത് കേട്ടോ. നല്ല വ്യൂ ആണ്, അടിപൊളിയാണ്. അവർ തന്നെ വെച്ചാൽ വണ്ടർ ഡേയ്സ് അല്ല, വണ്ടർ ഗിഫ്റ്റാണ് അവരുടെ പേര്. വണ്ടർ ഗിഫ്റ്റിൻ്റെ ഒരു ഗിഫ്റ്റ് കൂപ്പണാണ് നമുക്ക് തന്നത്. ആ കൂപ്പൺ റെഡീം ചെയ്തിട്ടാണ് നമ്മൾ എക്സ്ക്ലൂസീവ് ആക്ടിൻ്റെ ഈ ഒരു സംഭവം കിട്ടിയിട്ടുള്ളത്. അവർ നമുക്ക് അയച്ചു തന്നെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കൂപ്പൺ കോഡാണ്. ഈ കൂപ്പൺ കോഡിൽ ഈ കോഡുണ്ട്. ആ കോഡ് അവരെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവർ ഇത് ചെയ്തു തരും. അതുപോലെ നമ്മുടെ ആനിവേഴ്സറി എന്നൊരു 1 ഇയർ, അതായത് നമ്മളിത് കൊടുക്കുന്നതിന് 1 ഇയർ ഇതിന് വാലിഡിറ്റി ഉണ്ട്. 1 ഇയറിനുള്ളിൽ എപ്പോഴും പോയാൽ മതി. ദുബായിലുള്ളവർക്ക് നമുക്ക് എന്തെങ്കിലും ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു വണ്ടർ ഡേയ്സ് എന്ന് പറഞ്ഞൊരു ഇവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. നമുക്ക് അവർക്ക് ഒരു വൗച്ചറായിട്ട് നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റുന്ന കിടിലൊരു സജഷനാണിത്. അപ്പോൾ ഈ എക്സ്ക്ലൂസീവ് ആക്സിൻ്റെ ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദുബായ് മറീനയിൽ ഈ ഒരു ബോട്ടിൽ നമ്മൾ കയറിയിരിക്കുകയാണ്. ബോട്ടല്ല യാറ്റിലാണ്. യാറ്റിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ 1.5 മണിക്കൂറിൻ്റെ ഒരു ഡിന്നർ ക്രൂസാണിത്. രാത്രി 8:30 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 10 മണി വരെ ഡിന്നർ ക്രൂസാണ്. ഇവിടെ നമ്മൾ എല്ലാവരും ബോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് ഈ പിന്നെ യാറ്റ് ഇങ്ങനെ കറങ്ങും. ഇവിടെ കംപ്ലീറ്റ് ദുബായ് മറീന മുഴുവൻ കറങ്ങി ഇങ്ങനെ തിരിച്ച് വരും. പുറത്തോട്ടൊക്കെ പോയി കടലൊക്കെ കണ്ട് ഇങ്ങനെ കണ്ടുകൊണ്ട് രസിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ നമ്മൾ വരുന്നത് വെച്ചാൽ നമ്മളിവിടെ ബോർഡിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ് ആക്സിൻ്റെ ഓഫീസിൻ്റെ അടുത്താണ്. അവിടെയാണ് ബോർഡിംഗ് പോയിന്റ് വരുന്നത്. അവിടെ നിന്നാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ അവിടെ വന്നിട്ട് അവിടെ ഉള്ളിൽ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അവിടെ കയറി നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നേരെ വരിക. അവർ സമയമാവുന്ന സമയത്ത് നമ്മൾ കയറാൻ പറയും. ഉള്ളോട്ട് കയറി നമുക്ക് ഒരു പെർട്ടിക്കുലർ സീറ്റ് തരും. ആ സീറ്റ് പോയിരിക്കാം, ഫുഡൊക്കെ കഴിക്കാം, എൻജോയ് ചെയ്യാം. വണ്ടി എടുത്താ അതേ ബോട്ട് പുറത്തോട്ട് പോവാണ്. ഇതാ ബോട്ട് ലോക്ക് ചെയ്ത് പുറത്തോട്ട് ഇറങ്ങി. ക്യാപ്റ്റനൊക്കെ ഞാൻ ഓൾറെഡി കയറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ഉണ്ട്. ക്യാപ്റ്റൻ നിൽക്കുന്നുണ്ട്. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വണ്ടിയല്ല, യാറ്റ് ഓടിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഫുഡ് ഉള്ളത്. ഇതാണ് സ്റ്റീം റൈസ് വരുന്നത്. ഇത് ചിക്കൻ കക്കിയാട്ടോറിയോ എന്തോ സാധനം, ചിക്കനാണ്. ഇത് റോസ്റ്റഡ് ചിക്കൻ വിത്ത് മഷ്റൂം. ഇത് ഗ്രിൽഡ് ഫിഷ് വിത്ത് ഫില്ലറ്റ്, ലെമൺ ബട്ടർ ജ്യൂസ്. ഇതൊക്കെ വെജാണ്. വെജ് ഐറ്റംസും ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലോണം വെജ് ഐറ്റംസും ഉണ്ട്. ഇത് എന്താണ് വെജിറ്റബിൾ കടായി ആണ്. ഇത് പൊട്ടാറ്റോ ആണ്, റോസ്റ്റഡ് പൊട്ടാറ്റോ ഹെബ്സ് ആണ്. ഇത് സ്റ്റിർ ഫ്രൈഡ് നൂഡിൽസ് ഉണ്ട്. അതുപോലെ ബട്ടറും അതുപോലെ റോട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്, ലെമണൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു അറബിക് ലെൻറ്റിൽ സൂപ്പുണ്ട്. കൊള്ളാം. ഇവിടെ ഇങ്ങനെ ബനാന കേക്ക്, റെഡ് വെൽവെറ്റ് കേക്ക്, ക്യാരറ്റ് കേക്ക്, അതുപോലെ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ലൈവ് പാസ്ത കൗണ്ടറൊക്കെ ഉണ്ട് ഇവിടെ. അടിപൊളി. ചാട്ട്, ചന ചാട്ട്, ഗ്രീക്ക് സാലഡ്, കുക്കുംബർ പൈനാപ്പിൾ സാലഡ്, പല ടൈപ്പ് സാലഡുകളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് ഇവിടെ. നമ്മുടെ ഫ്രണ്ടിലോട്ട് നിൽക്കാനുള്ള ആൾക്കാർ തിരക്ക്. എല്ലാവരും കൂടെ ഫ്രണ്ടിൽ പോയി നിൽക്കാനുള്ള വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഫ്രണ്ടിൽ അവിടെ പോയി നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്ന് വെടിക്കെട്ട് അടക്കാൻ പോകുന്നുണ്ടാ.
എന്താ എല്ലാരും കൂടെ ഇവിടെ കൂടിക്കുന്നത്? ഇവിടെ ഇപ്പൊ പാലം ഇങ്ങനെ ക്രോസ് ചെയ്ത് പോയി, അപ്പൊ അതെടുത്ത് തന്നെ. ഓ അങ്ങനെ. ഇവിടെ അങ്ങനെ ആ പാലം കടന്ന് പോകുന്നുണ്ട് കേട്ടോ. അതാ നമ്മൾ മറീൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നതൊക്കെ മറീനയാണ്, മറീൻ്റെ സൈഡാണ് ഇത് മുഴുവൻ. മറീനയിലെ ആ ഒരു കനാലിലൂടെയാണ് നമ്മളിങ്ങനെ പോകുന്നത്. അടിപൊളി. വേറെയും കുറേ ബോട്ടുകളുണ്ട് കേട്ടോ. ഇത് എക്സ്ക്ലൂസീവ് ആയിട്ട് മാത്രമല്ല, അത് കണ്ടായി ചെറിയ ചെറിയ ബോട്ടുകൾ വേറെ ഉണ്ട്. അങ്ങ് അവിടെ കാണുന്ന ഒരു ഡിന്നർ ക്രൂസിൻ്റെ ബോട്ട് വേറെ പോകുന്നുണ്ട്. ആ കാണുന്ന ഡിന്നർ ക്രൂസിൻ്റെ ബോട്ടാണ്. നമ്മൾ ഫുഡൊക്കെ എടുത്ത് വെക്കുമ്പോഴേക്കാ നമ്മൾ ബ്ലൂ വാട്ടർ ഐലൻഡിൻ്റെ അടുത്ത് എത്തിയതാ. ആ അതേ കിടക്കുന്ന എന്തുബായി കറങ്ങുന്നുണ്ട്. അത് തോന്നാണല്ലേ, നമുക്ക് ഇങ്ങനെ തോന്നുന്നതാണ്. ഇത് നമുക്ക് കയറാൻ പറ്റാത്തൊരു സംഭവമായിരുന്നു അല്ലേ. എപ്പോഴും ഓപ്പൺ ആകുമ്പോൾ കയറണം. ഇതാണ് നമ്മുടെ ബ്ലൂ വാട്ടർ അല്ലേ, നമ്മളെപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലം. അടിപൊളി. അങ്ങ് നോക്ക്, മറ്റേ അറ്റ്ലാന്റിസാ. നമ്മളങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞല്ലോ. ഡിന്നറൊക്കെ കഴിഞ്ഞപ്പോൾ DJ കേട്ടോണ്ട് ഇതിനൊക്കെ അധികം ഓളം പോരാ. ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഓളം പോരാ. എന്നാലും കുഴപ്പമില്ല. പാട്ടൊക്കെ കേട്ടോണ്ടെങ്കിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ തിരിച്ച് റിട്ടേൺ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ ഏതൊക്കെ ഇത് സൂം, മറ്റേ ഇത് വാട്ടറിലുള്ള പെട്രോൾ. ആ അങ്ങനെ ഗ്യാസ് സ്റ്റേഷൻ. അവിടെ സൂം കഫേ ഉണ്ട്. ആ എടുത്ത ഫോട്ടോ അതുപോലെ അവർ പ്രിന്റൊക്കെ എടുത്തിട്ട് നമുക്ക് എല്ലായിടത്തുള്ള സംഭവമാണല്ലേ. പ്രിന്റ് എടുത്തിട്ട് തരും, സൊവനീർ ഫോട്ടോ ആയിട്ട് തരും. അതിന് 150 തരാണ് 2 ഫോട്ടോക്ക്. ഒരു ഫോട്ടോക്ക് 110 ആവും. ഡിജിറ്റൽ കോപ്പി മാത്രമാണെങ്കിൽ 105 അല്ല 105 പറഞ്ഞത്. അത്രയും പ്രൈസ് ആവും. നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ അവിടെ വന്നിട്ട് നമ്മളൊരു ഗ്രീൻ സ്ക്രീനിലെ ഫോട്ടോ എടുക്കും. ആ ഫോട്ടോ എടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ അവർ മിക്സ് ചെയ്തിട്ട് ഫോട്ടോ ആക്കിയിട്ട് തരും. അതാണ് ചെയ്യുന്നത്. ഡിന്നർ ക്രൂസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി ഓഫ് റോഡ് ചെയ്ത് പുറത്ത് ഇങ്ങനെ നിൽക്കാണ് കണ്ടോണ്ട് നോക്കിക്കൊണ്ടല്ലേ, ക്രൂസിന് നോക്കിക്കൊണ്ട്. നമ്മൾ ഇതിലാണല്ലേ പോയത്? ഇതിലാണ് പോയത്. 1.5 മണിക്കൂർ ഇതിനകത്താണ് കുത്തിയിരുന്നത്. സംഭവം ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വർത്ത മണിയല്ല എന്നാണ് പറയാനുള്ളത് അല്ലേ. അതെ, സത്യം പറഞ്ഞാൽ വർത്ത മണിയായിട്ട് തോന്നുന്നില്ല. ഫുഡ് അത്ര പോരായിരുന്നു. നല്ല ഫുഡൊന്നും അല്ല. ഐ മീൻ ഓക്കേഷ് ഫുഡ്. പരിപാടി അങ്ങനെ തന്നെ. അത്ര വലിയ പ്രത്യേകിച്ചൊന്നുമില്ല. 1.5 മണിക്കൂർ ഇങ്ങനെ കറങ്ങിയിട്ട് ഫുഡ് കഴിച്ചിട്ട് വരിക, അത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് പറഞ്ഞാൽ മറ്റേ നമ്മളെ ഡിന്നർ ക്രൂസ് എന്ന സംഭവം അവിടേക്കുള്ള ചെറിയ 30 40 സംഭവം സെയിം ആണ്. അല്ലെങ്കിൽ ഫുഡിൽ ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും സാധനം മാറ്റം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ആ യാട്ടിന്റെ ലുക്കിലിരുന്ന് ഫുഡ് കഴിക്കാൻ ആ ഒരു സംഭവം. ഇവരെ തന്നെ വേറെ പാക്കേജുകളുണ്ട്. എക്സ്ക്ലൂസീവ് ആയിട്ട് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടെ പ്രൈസ് കൂടിയത്. ഇത് എനിക്ക് തോന്നുന്നു 210 തരാണ് ഇതിന് ഒരാൾക്ക് ചാർജ് വരുന്നത്. അപ്പം അതിന് വെർത്തല്ല, അതാണ് എനിക്ക് തോന്നിയത്. പൈസക്ക് വെർത്തല്ല. ഈ ഒരു ഏരിയ ആയതുകൊണ്ട് ചിലപ്പോൾ എക്സ്ട്രാ ആയതായിരിക്കാം. പക്ഷേ ആ പൈസക്ക് വെർത്തായി തോന്നില്ല. ഇതിനേക്കാളും നല്ല നമ്മൾ അവിടുത്തെ കനാൽ ക്രീക്കിൽ പോയി കഴിഞ്ഞാൽ ഇതേ സെയിം സംഭവം തന്നെ കുറച്ചുകൂടെ പ്രൈസ് കുറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിന് പക്ഷേ വേറെ പാക്കേജുകൾ കുറച്ചുകൂടെ നല്ലതാണെന്ന് തോന്നുന്നു. എക്സ്ക്ലൂസീവ് ആക്ടിന് വേറെ കുറേ പാക്കേജുകൾ 360 ഒക്കെ വരുന്ന പാക്കേജുകളുടെ സംഭവമാണ്. അത് കുറച്ചുകൂടെ അടിപൊളിയാണ്, കുറച്ചുകൂടെ എന്താണ് എക്സ്ക്ലൂസീവ് ആണ്. കുറേ ആൾക്കാരില്ല. ഇത് 100-150 ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. മറ്റേ ആകുമ്പോൾ എനിക്കൊന്നൊരു 10-15 പേര് അങ്ങനെയൊക്കെയുള്ള നമുക്ക് സ്പെഷ്യലി യാട്ടെടുത്ത് പോകുന്ന സമയത്തൊക്കെ അത് നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പം നിങ്ങളിങ്ങനെ യാട്ടെടുത്ത് ക്രൂസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക ഏതൊക്കെയാണ് പാക്കേജസ്, ഏതൊക്കെ റൂട്ടാണ് പോകുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പാക്കേജ് എടുത്ത് പോവുകയാണെങ്കിൽ കറക്റ്റ് ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്ത് ആ ഒരു തൃപ്തി വരുള്ളൂ അല്ലേ. അപ്പോൾ വേൾഡ് റൗണ്ടേഴ്സിൻ്റെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയായിരുന്നു, നമ്മുടെ യാട്ട് ടൂറും കാര്യങ്ങളൊക്കെ അല്ലേ. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ഒക്കെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.